മൗലിദ് കിതാബിലടക്കം എന്താണെന്നറിയോ? ഒരു കഥ, കള്ളക്കഥ. എങ്ങനെ കഥ പറയുന്നത്? ലമ്മാ ദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ അങ്ങ് പ്രവേശിച്ചു പോയപ്പോൾ ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങ് ചെന്നപ്പോ ഖദീജ, ആ സ്വർഗ്ഗത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരം കണ്ടു. അഖദ ജിബ്രീൽ തുഫാഹ, ആ കൊട്ടാരത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആപ്പിൾ പറിച്ചു. എന്നിട്ട് വഖാല, അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദേ, മുഹമ്മദ് നബിയെ, കുൽ ഹാദിഹി തുഫാഹ, നീ ആപ്പിൾ തിന്ന്. ഫഇന്നല്ലാഹ തആല യഖ്ലുഖു മിൻഹാ ബിന്താ, ഈ ആപ്പിൾ നിന്നാൽ താങ്കൾക്ക് അല്ലാഹു ഒരു പെൺകുട്ടിയെ പ്രദാനം ചെയ്യും. തഹ്മിലു ബിഹാ ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹ അതിനെ ഗർഭം ചുമക്കും. ഫഫഅല, നബി ആപ്പിൾ തിന്നു. ഫലമ്മാ ഹമലത്ത് ഖദീജ ബി ഫാത്തിമ, അങ്ങനെ റസൂലുള്ളാഹി മിഅ്റാജ് കഴിഞ്ഞു വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമന്നപ്പോ വജദത് റായിഹത്തൽ ജന്ന, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗ്ഗത്തിന്റെ മണമായിരുന്നു. 9 മാസം. ഫലമ്മാ വദഅത്ഹാ, അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇംതഖദത്തിർ റായിഹതു ഇലൈഹാ, ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നതിന്റെ മണം ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് നീങ്ങി. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദസ്താഖ ഇലൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ടാകുമ്പോ ഖബ്ബല ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുംബിക്കാറുണ്ടായിരുന്നു. വലിയൊരു കഥ പറഞ്ഞതാ, വലിയൊരു മധുഹും കഥയും പറഞ്ഞതാ. പക്ഷേ 1, 2, 3, 4, 5, 6ാമത്തെ വരിയിൽ എഴുതി വെച്ചത് അറിയോ? മോളി പറഞ്ഞൊരു കളവാണ്. ലോകത്താരെങ്കിലും അങ്ങനെ കഥ പറയോ? ഈ മിമിക്രിക്കാര് ചിലപ്പോ കാണിക്കണാണ്. വലിയ കഥയൊക്കെ പറഞ്ഞ അവസാനം ഇതൊക്കെ കല്ല് വെച്ച വെടിയാടാ. ഈ കോലത്തിൽ വലിയ കഥ പറഞ്ഞിട്ട് അവസാനം പറയും മോളിപ്പറയാണ്, എന്നിട്ട് അതിന് പൈസ മേടിക്ക. എന്റെ ഹുബ്ബുർ റസൂലാണ്. ഞാൻ വെറുതെ പറയില്ല. 6ാമത്തെ വരി എന്താണെന്ന് അറിയോ? വവുലിദത് ഫാത്തിമതു ഖബല അൻ-നുബുവ്വതി ബി 5 സിനീൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചത് നുബുവ്വത്തിന് 5 കൊല്ലം മുമ്പാണ്. കണ്ടോ? റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ടാ മിഅ്റാജ് പോണത്. നുബുവത്ത് കിട്ടിയിട്ടാണോ മിഅ്റാജ് പോണത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ആകട്ടെ നബി മിഅ്റാജ് പോകുന്നതിനല്ലേ നുബുവത്ത് കിട്ടുന്നതിന് 5 കൊല്ലം മുമ്പ് ജനിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കാൻ, അല്ലെങ്കിൽ അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കാൻ കാരണമായത് സ്വർഗ്ഗത്തിൽ ആപ്പിൾ നിന്നിട്ടാണ്. എന്നിട്ട് സ്വർഗ്ഗത്തിന്റെ മണം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മാസം? 9 മാസം. ഓനെ പേരെടുക്കാതെ കൃത്യമായിട്ട് കൃത്യം കണക്കൊക്കെ പറഞ്ഞു 9 മാസം സ്വർഗ്ഗത്തിന്റെ മണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിന്തിക്കൂ. ഈ കളവ് റസൂലുള്ളാഹിന്റെ പേര് പറയാൻ പറ്റുമോ? ഹുബ്ബുർ റസൂലിന്റെ പേര് കോടികൾ നക്കുന്ന, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളെ ഈ തോന്നിവാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ മറുപടി പറയണം. ഈ ന്യായം ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്? പ്രവാചകൻ പറഞ്ഞത് എന്താ? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. നിങ്ങൾ പരസ്പരം കളവ് പറയുന്നത് പോലെയല്ല. എന്നെ കുറിച്ച് കളവ് പറഞ്ഞാൽ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിലെ സീറ്റ് അവൻ റിസർവ് ചെയ്യട്ടെ. അവൻ പോക്കുറപ്പാ, സീറ്റ് റിസർവ് ചെയ്തിട്ടേക്കാൻ. നബി പറയാ, അതിന്റെ അർത്ഥം എങ്ങനെ? രജിസ്റ്റർ അത് എന്തെടുക്ക, ബുക്ക് ചെയ്തിട്ടേക്ക്, ഉറപ്പാക്കിയിട്ടേക്ക് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഒരു കളവ് പറയാൻ മാത്രല്ല, വർഷാവർഷം കൂലിക്ക് കൊടുത്ത് കളവ് പറയാ, പൈസ കൊടുത്ത് കളവ് പറയിക്കുക, കൂടത്തിന് ഭക്ഷണം ഉഷാറായിട്ട് അടിക്കും, കാവതലടക്ക് ഉഷാറായിട്ട് പറഞ്ഞു. ഇല്ലേ, മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കും. ഇത് പറയുമ്പോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ സ്നേഹമില്ല, മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിയുടെ സ്നേഹമില്ല, ഹുബ്ബില്ല, സാധാരണക്കാരൻ, ഡെൻമാർക്കിന്റെ ചിന്താഗതികളുമായി നടക്കുന്നവർ എന്നൊക്കെ പറയാൻ എന്തൊക്കെ ആക്ഷേപങ്ങളാ. നിങ്ങൾ ആക്ഷേപിച്ചോളൂ, നിങ്ങളെ നാവോട്ട് ആക്ഷേപിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിലാണ്. അത് മതി. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പേര് ഈ ജാതി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഒരുപാട് പറയാണ്ട് സമയമില്ല. ആ വിഷയം മാത്രം ഒരുപാട് വിശദീകരിക്കാണ്ട് സമയമില്ല. പ്രധാനപ്പെട്ട ചില കാര്യം. അപ്പോ മൗലിദാണ്, ഹുബ്ബുർ റസൂലാണ്. ഇപ്പൊ കോലം മാറിയില്ലേ? ഇപ്പൊ കോലമൊക്കെ മാറ്റിട്ട് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ആടുക. ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ. ഇങ്ങനെ ഒരു പുതിയ കോലം കെട്ടിയിട്ട് ഇങ്ങനെ എല്ലാരും കൂടെ കിടന്ന് ആടുക, ഡിസ്കോ അടിക്കുക.
ആ കോലത്തിലേക്കൊക്കെ മാറി. ഓരോന്നോരോന്ന് മാറുക, ഓരോന്നോരോന്ന് മാറ്റുക. എന്നാലും പഴയത് ഇങ്ങനെ ആവർത്തിച്ച് അത് ശരിയാണ്, ഇത് ശരിയാണ്, മറ്റേ ശരിയാണ്, മറിച്ച് ശരിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് താങ്ങിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞിട്ട്, നബി സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ഓരോ രംഗത്തും ഇത് തന്നെ നടക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തില്ല, വിശ്വാസമില്ല. ഓരോ ദിവസം ഓരോന്നുണ്ടാകും. ഇപ്പൊ പുക്കാറോ യാ റസൂലല്ലാഹ്, കുറച്ചു മുമ്പ് അവിടെ KVM ഒരു സാധനം ഉണ്ടായിക്കൊണ്ടല്ലോ. എന്താ, മൂപ്പര് പുതിയ ഓരോ ദിക്റും സലാത്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പുതിയ ദിക്റും സലാത്തും, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ കുറെ ദിക്റും കൊണ്ടുവന്നു. ആൾക്കാർക്ക് ഉഷാറാണ്. കാര്യം ദിക്റൊക്കെ ചെല്ലാൻ വളരെ എളുപ്പമാണ്. ഓരോന്നിന്റെ പേര് പറഞ്ഞ കൂടെ അള്ളാഹ് കൂട്ടിയാ പോരെ, ഓരോന്ന് പേര് പറഞ്ഞ് അള്ളാഹ് കൂട്ടിയാ പോലെ. മുജാഹിദിന് കണ്ണിച്ചു, എതിർത്തു അല്ലേ? എതിർത്തപ്പോ വന്നു ഷെയ്ഖുന അല്ല ആരാ പേരോട് മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത്? മുജാഹിദ് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെ പലതും പറയും. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണം. നല്ല അർത്ഥത്തിൽ ചിന്തിച്ചാൽ മതി. കല്ലിൽ പോണ വേറെന്തുകൊണ്ട് മണ്ണിൽ പോയിക്കൂടാ? മൂപ്പര് ചോദിച്ചില്ലേ? പത്തരിപ്പാരത്ത് മറന്നോകള് ഇല്ല, മൂപ്പര് പറഞ്ഞൊന്നുകൂടെ കേട്ടോ. അപ്പൊ മഹാന്മാര് ഒരു വാചകം പറഞ്ഞാൽ അത് നല്ല നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് കല്ലിൽ പോകുന്ന വേര് മണ്ണിൽ പോയിക്കൂടാ? ഇതാണ് ഔലിയാപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിച്ച് അതേ പുസ്തകത്തിലില്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം? അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ഏതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ ഫതുർ റബ്ബാനിയിൽ പറഞ്ഞത് കാണാം. ലാ അന ഇല്ലാ അൻത എന്ന് പറയുന്ന മഹാന്മാരും ലാ അന ഇല്ലാ അൻത എന്താണ് അതിന്റെ അർത്ഥം? ഞാനില്ല, ഇല്ല അൻത അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി, നീ നശിപ്പിക്കുക നശിച്ചു പോവും. ഒരു ഉള്ളതിൽ പറയാനില്ല, ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. മറിച്ച് ഇല്ല അന്ത നീ മാത്രമാണ് ഉള്ളവൻ. കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല, നിനക്ക് നാശം ഇല്ല, നീ ഉണ്ടായതിന് തുടക്കം ഇല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ ഈ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല. കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ്. ഇത് തന്നെയാണ് ഔലിയാക്കൾ ചിലപ്പോൾ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഉള്ളവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ചില ഔലിയാക്കൾ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്? അല്ലാഹുവല്ലാതെ ഉള്ളവനില്ല നമ്മളൊക്കെ ഇല്ലേ? അപ്പോൾ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലി, എന്താ ചൊല്ലിയത്? ലദുൽ ബസീറതി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂനി അനിൽ അസർ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ശൈഇൻ ഫസ്സവാബു കമാ ദുകിർ. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലി, ഉൾക്കാഴ്ചയുള്ള ആളുകൾ കേടോ, നിന്നെപ്പോലെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ. ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത്, അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ്. അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ശൈഇൻ ഫസ്സവാബു കമാ ദുകിർ. അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത്. ഈ കാര്യത്തിലേക്കല്ല, ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര് അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത്. അപ്പോൾ അവർ പറയും, ഇതല്ല വിഷയം, ഇതല്ല വിഷയം, മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം. ഇതല്ല ഉള്ളത്, യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിനെ ഉണ്ടാക്കിയവനാണ്, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത്. അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചും സൃഷ്ടി അല്ല പ്രശ്നം, സൃഷ്ടാവാണ് പ്രശ്നം. സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ലാ ഐന ഇല്ലല്ലാഹ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാകും. അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല, മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, കണ്ണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ്. ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട്. അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ്സുണ്ടായില്ല. സുന്നികളെ എങ്ങനെയുണ്ട് മുശ്രിക്കാക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മളന്ന് വായിച്ചു കൊടുത്തിരുന്നത് ബാക്കിയുള്ളത് പത്തവിപ്പാലത്ത് വായിക്കാൻ പറ്റാത്ത ബാക്കി വായിച്ചു കൊടുക്കാനാ പറഞ്ഞത്. വായിക്കാൻ പറ്റുമോ മാന്യന്മാർക്ക്?